ഹായ് ഡിയേഴ്സ്, ഇത് കീം 2024 അഡ്മിഷൻ എടുത്തേക്കുന്ന കുട്ടികൾക്ക് റീഫണ്ടിനായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അതല്ല എങ്കിൽ അത് എഡിറ്റ് ചെയ്ത് തിരുത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ 2024 ആ പോർട്ടൽ ഉണ്ടല്ലോ, നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ മാർക്കൊക്കെ ആഡ് ചെയ്തെടുത്ത് നമുക്ക് അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ട് അവിടെ സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊരു മെനു കാണും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഫോണിലാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആക്കുന്നതിന് മുമ്പായിട്ടൊരു ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ട് ലോഗിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു മെനു കാണും. ഇപ്പോൾ നമ്മൾ മെമ്മോ ഒക്കെ കണ്ട പോലെ ഒരു ലിങ്ക് ആയിരിക്കും. സോ നിങ്ങളതിൽ നോക്കുക, നിങ്ങളുടെ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തേക്കുന്നത് കറക്റ്റാണോ എന്ന് നോക്കുക. ഓക്കെ, അതിലെന്തൊക്കെയുണ്ടോ, അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അത്, IFSC കോഡ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതൊക്കെ നിങ്ങളുടെ കറക്റ്റാണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളത് ഓക്കെ ആണെങ്കിൽ അവിടെ കൺഫേം എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തൊന്ന് വച്ചേക്കുക. ഇനി അങ്ങനെയല്ല നിങ്ങൾക്കതിൽ തിരുത്തുണ്ടെങ്കിൽ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണും കൂടി അവിടെ കാണാം. എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, കീം രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾക്കൊരു OTP വരും. ആർക്കാണ്? എഡിറ്റ് ചെയ്യണവർക്ക്. അതായത് എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് OTP കിട്ടുന്നത് ഉപയോഗിച്ചിട്ട് അതിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് സേവ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ചെയ്ത മാറ്റങ്ങൾ അതിൽ സേവ് ചെയ്യുക, എന്നിട്ട് കൺഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് ആ സ്ലിപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒന്ന് എടുത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് PDF എടുത്ത് ഒന്ന് സേവ് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൺഫർമേഷൻ കൊടുത്താലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പൈസ വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അക്ഷയ എന്നൊക്കെയാണ് കൊടുത്തേക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും നെയ്ബേഴ്സിൻ്റെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ അക്കൗണ്ടിൽ നിന്നാണ്, നിങ്ങളിപ്പോൾ GPay ഇല്ലാതാകുമ്പോൾ നമ്മൾ അടുത്തുള്ള ആളുകളെയൊക്കെ ആശ്രയിക്കുമല്ലോ. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിലേക്കായിരിക്കും നമുക്ക് ആ ഒരു ഫണ്ട് നൽകുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയോന്ന് അറിയില്ല, അതിലേക്ക് വന്നോന്ന് അവർക്കും അറിയാൻ പറ്റില്ല, നമുക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്തിട്ട് ഇത് അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ട് അത് ആ അക്കൗണ്ട് തന്നെയാണെങ്കിൽ കൺഫേം കൊടുക്കുക. അതല്ല നിങ്ങളുടെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും GPay വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വഴി വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ നിന്നാണ് അടച്ചേക്കണത്, ആ അക്കൗണ്ടാണ് അവിടെ കാണിക്കുന്നത്, അത് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഓർക്കുക, സേവ് ചെയ്യണം, കൺഫേം ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സ്ലിപ്പ്, അത് നമ്മുടെ കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. ഫർദർ നമുക്ക് പൈസയൊന്നും ഏതെങ്കിലും കാരണവശാൽ കിട്ടിയില്ല എങ്കിൽ നമുക്ക് സിക്ക് മെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു കൺഫർമേഷൻ ചെയ്താണ് എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഈ കൺഫർമേഷൻ സ്ലിപ്പ് എടുത്തു വെക്കാനായിട്ട് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ എങ്ങോട്ടും ഈ സ്ലിപ്പൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ വന്നേക്കുന്ന സമയം 31/1/2025 വൈകിട്ട് 5 മണിക്കുള്ളിലാണ് ഇത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, ഈ ഡേറ്റൊക്കെ കഴിഞ്ഞു എന്നാണെങ്കിൽ പോലും ഒരു പക്ഷേ വീണ്ടും എൻട്രൻസ് കമ്മീഷൻ ഒരു ടൈം നീട്ടിത്തരും. ഉടനെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊരു ടൈമൊക്കെ തരും. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഇനി ഇൻ കേസ് നിങ്ങൾ കാണുന്നത് ഇത് ഈ ഡേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും നിങ്ങൾ കീമിൻ്റെ ആ ഒരു പേജൊക്കെ ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുത്ത് ഒന്ന് നോക്കുക. ചിലപ്പോൾ ഉടനെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വരും, ചിലപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ സാധാരണ എൻട്രൻസ് കമ്മീഷൻ ഒരു 2 പ്രാവശ്യവും 3 പ്രാവശ്യമൊക്കെ ഇതിനായിട്ട് അവസരം ഇതുവരെ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഉറപ്പില്ല ഇനിയും തരുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇത് അറിഞ്ഞേക്കണവർ ഇപ്പോൾ തന്നെ കൊടുക്കുക. ഈ വീഡിയോ കാണുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് എങ്കിൽ, ആ ഡേറ്റൊക്കെ കഴിഞ്ഞു പോയാൽ അയ്യോ എൻ്റെ ടൈം കഴിഞ്ഞു പോയല്ലോ എന്ന് വെച്ചിട്ട് ഇനി ഒരിക്കലും കൊടുക്കാതിരിക്കരുത്. ഇടയ്ക്ക് ലോഗിൻ ചെയ്ത് നോക്കുക, ചിലപ്പോൾ വീണ്ടും ഒരു അവസരവും കൂടി തരുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടേതോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ആരുടെയെങ്കിലും പേരിലുള്ളതോ ആയിരിക്കണം. അത് നിങ്ങൾ കറക്റ്റാണ്, നിങ്ങളിപ്പോൾ അവിടെ കാണിച്ചേക്കുന്നതും കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തണം, നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതും കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ.
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് കാണാതെ അറിയാമെങ്കിലും പാസ്ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ NRI അക്കൗണ്ട്, അതുപോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട്, ബേസിക് സേവിങ് അക്കൗണ്ട്, ടൈനി അക്കൗണ്ട്, ജനപ്രിയ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അക്കൗണ്ടുകളുണ്ടല്ലോ, അതൊന്നും കൊടുക്കരുത്. SB അക്കൗണ്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ കൊടുത്തേക്കുന്ന വിവരങ്ങൾ എന്തെങ്കിലും തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടിയില്ല എങ്കിൽ NRS കമ്മീഷൻ ഉത്തരവാദിയായിരിക്കില്ല. സോ അതുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ആ സ്ലിപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് സേവ് ചെയ്തെടുത്ത് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലോഗിൻ ചെയ്യുക. നിങ്ങൾ ഈ ഒരു പോർട്ടലിൽ വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ലോഗിൻ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ കണ്ടോ, ഈ ലോഗിൻ ചെയ്തിട്ടാണ്, നിങ്ങൾക്ക് അറിയാലോ, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് വെച്ചിട്ട് കോഡും ആക്സസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ടാണ് നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് കേട്ടോ. മിക്കവാറും ഇവരൊരു ലിസ്റ്റും കൊടുക്കാറുണ്ട്, റീഫണ്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, സാധാരണ അങ്ങനെ കൊടുക്കാറുണ്ട്, ഈ വർഷം അത് കാണുന്നില്ല. ജസ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ ലോഗിൻ ചെയ്ത് നോക്കാം കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.